അപ്പോ നമ്മളെ കൂടെ ഇപ്പൊ ഉള്ളത് അബ്ജൂം ഹൈപ്പർ മാർക്കറ്റിന്റെ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അസീസ് സാഹിബ്. ഇങ്ങനെ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ ഒരു യാത്രയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് നമ്മുടെ മറ്റുള്ള യാത്രക്കാർക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്? നമുക്ക് മറ്റുള്ള യാത്രക്കാർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ കമ്പനിയുടെ വൈസ് ചെയർമാൻ അലവിക്കുട്ടി, നമ്മുടെ ഡയറക്ടർ സലാംക, അതുപോലെ ഞങ്ങളെ ഏറ്റവും ഈ ഒരു സംഗമത്തിന് വേദി ഒരുക്കുന്ന ഞങ്ങളെ റൈഫ ഇബ്രാഹിനാജി, അതുപോലെ തന്നെ കാവനൂരിലെ അലിഫ് സൂപ്പർ മാർക്കറ്റിന്റെ നമ്മുടെ വാപ്പൂക്ക, ഞങ്ങളൊരു ടീമാണ് എപ്പോഴും എങ്ങോട്ടും പോകല്. പക്ഷെ ഈ ഒരു യാത്ര സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ഒരു ഗ്രൂപ്പിനേക്കാളും അതല്ലെങ്കിൽ ട്രിപ്പിനെക്കാട്ടിലൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അതായത് എൻ്റെ ഫ്രണ്ട്സുകളോടും ഈ വീഡിയോ കാണുന്നവരോടും ഒക്കെ പറയാനുള്ളത്, നമ്മൾ പല ട്രാവൽസിലും ഇതുപോലെ ഗ്രൂപ്പിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. കാരണം നമ്മുടെ സംസം ഗ്രൂപ്പിന്റെ CMD മിസ്റ്റർ ബഷീർ ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു മതപണ്ഡിതനാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഏത് സ്ഥലമാണോ നമ്മൾ എത്തുന്നത് അതിനെപ്പറ്റി ഗഹനമായി പഠിച്ച് അതിന്റെ വിശദമായ രൂപം മുന്നേ നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായ അതിന്റെ രൂപത്തിലോ അർത്ഥത്തിലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പല യാത്രകളിലും നമ്മൾ പോകുമ്പോൾ അതിന്റെ ഗ്രൂപ്പിന്റെ ലീഡർമാരായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാകുക. അതുപോലെ ആ പ്രസ്ഥാനത്തിന്റെ മെയിൻ MDO CMD ഒന്നും ആരും ഉണ്ടാവില്ല. ഈ സംസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ അതിന്റെ CMD ബഷീർ ഖാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് മാത്രമല്ല, നമ്മളിൽ തന്നെ ഒരുവനായിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അയച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ നമ്മളെല്ലാം കഴിച്ചതിന് ശേഷം മാത്രമാണ് ബഷീർക്ക് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി വെറും ഒരു ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നവർ വളരെ സംതൃപ്തരായിട്ട് മടങ്ങി പോകുക, അത് മറ്റുള്ള കൂട്ടുകാർക്കെങ്കിലും അറിയിച്ചു കൊടുക്കുക എന്നുള്ള ഒരു നല്ല മെസ്സേജ് അദ്ദേഹത്തിന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ യാത്ര നമ്മൾ തുടങ്ങിയത് മുതൽ ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് ഞങ്ങളെ ഈ ഗ്രൂപ്പ് ഒരു പ്രശ്നത്തിലും എവിടെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് വന്നിട്ടില്ല. അപ്പൊ ഈ സംസം ഗ്രൂപ്പിന് ഈ ഗ്രൂപ്പ് എന്നെ കേൾക്കുന്ന എന്റെ പ്രേക്ഷകരോട് അതുപോലെ നമ്മുടെ ഫ്രണ്ട്സുകളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് ഈ സംസം ഗ്രൂപ്പിന്റെ കൂടെ ലോകത്തിന്റെ ഏത് ഭാഗത്തിലേക്കും യാത്ര ചെയ്തോളി. അതിനെപ്പറ്റി നല്ല വിവരമുള്ള ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച് ആ ചരിത്രം എല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹം കൂടെ കൊണ്ടുപോകുന്നത്. അല്ലാതെ വെറുതെ ഒരു ട്രിപ്പ് ക്യാഷ് വാങ്ങി നമ്മളെ കൂട്ടത്തിൽ കൂടെ കൂട്ടിക്കൊണ്ടുപോകല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ സംസമത്തിന്റെ കൂടെ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ അലവിക്കുട്ടി പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ബഷീർ ഖാന്റെ കൂടെ ഒരു യാത്ര പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ അങ്ങനെ മനസ്സിലായി. ഇന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അടുത്ത ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഇൻഷാ അല്ലാഹ് ഫാമിലിയുടെ കൂടെ ബഷീർ ഖാന്റെ കൂടെ ഞങ്ങൾ പോകും. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.